നമസ്കാരം. പിണറായി വിജയൻ്റെ CPMലെ സ്റ്റാലിനിസം അവസാനിക്കുന്നു. അതായത് കൊല്ലം സമ്മേളനം കൂടി കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഉണ്ടായ നിരവധി വിമർശനങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് മരുമകനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ നിരവധി പ്രമുഖരായ നേതാക്കളെ ഒതുക്കാനും വേണ്ടി പിണറായി ഇതുവരെ കളിച്ച കളികൾ ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പിണറായിയുടെ മരുമകൻ റിയാസിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പിടിപ്പുകേട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട വൻ അപകടങ്ങളുടെ സാക്ഷിപത്രമാണ്. ഏതായാലും അതിലേക്ക് നമുക്കതൊരു വലിയ വിഷയമാണ്, അതിങ്ങനെ നിന്ന് പറഞ്ഞു പോകേണ്ടതല്ല. ഏതായാലും പാർട്ടിയിൽ സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയ വലിയ നേതാക്കൾ CPM പോലൊരു പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനും അവർ കോൺഗ്രസിലേക്ക്, ഒരു വേള തോമസ് ഐസക് കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. അതായത് പാർട്ടിയിൽ ഇപ്പോൾ കൊല്ലത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വിരൽ ചൂണ്ടുന്നത് പാർട്ടിയുടെ ഈ സെക്രട്ടറിയായ ഗോവിന്ദൻ പുറത്താക്കണം, ഗോവിന്ദൻ ഇനി സെക്രട്ടറിയായി വേണ്ട എന്ന്. തുടർഭരണത്തിൽ പാർട്ടിക്കാർ സുഗലോലുപരായി എന്നതിൽ തുടങ്ങി ഇനി വരുന്ന സമ്മേളനങ്ങളിൽ പാർട്ടിക്ക് നിശ്ചിതമായ, പാർട്ടിയിൽ പ്രത്യേകിച്ച് പിണറായിസത്തിന് എതിരെ നിശ്ചിതമായ വിമർശനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് സഖാക്കൾക്കിടയിൽ. അതായത് പിണറായി ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായിയുടെ പേര് വരുന്നതിനോട് കടുത്ത എതിർപ്പ് പാർട്ടിക്കകത്ത് ഉണ്ട്. അതായത് പിണറായിക്ക് അഭിമതരായിട്ട് അല്ലാത്തവരെ എല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് വിടാനായി പിണറായി നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഐസക്കിനെ പത്തനംതിട്ട മത്സരിപ്പിച്ചത്. ഐസക്കിനെ തോൽപ്പിക്കുക എന്നുള്ളൊരു അജണ്ട കൂടി അതിനകത്തുണ്ടായിരുന്നു. ഐസക്കിനെ പത്തനംതിട്ട ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറയുന്നതിൽ ചെറിയ അർത്ഥമുണ്ട്. അതായത് ഐസക്കിനെ പത്തനംതിട്ടയിൽ തോൽപ്പിച്ചു, എളമരം കരീമിനെ കോഴിക്കോട് തോൽപ്പിച്ചു, വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചു, രാധാകൃഷ്ണനെ ആലത്തൂർ തോൽപ്പിക്കാൻ നോക്കി. ഇങ്ങനെ പിണറായി എന്ന സ്റ്റാലിന് ഇഷ്ടമില്ലാത്ത, CPMലെ സ്റ്റാലിന് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ സ്ഥാനാർത്ഥിയാക്കി അവരെയൊക്കെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു വളരെ തന്ത്രപൂർവമായൊരു ശ്രമമായിരുന്നു പിണറായി നടത്തിയത് എന്ന് ഇന്ന് പാർട്ടിക്കകത്ത് ഒരു ചർച്ചയാണ്. അത് ഇപ്പോൾ സമ്മേളനങ്ങൾ പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിലും അത് നേരത്തെ തന്നെ ചർച്ചയായതാണ്. കാര്യം ഇവരെയൊക്കെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ തൻ്റെ മരുമകനെ ഇവിടെ വാഴിക്കാം എന്നൊരു തോന്നൽ പിണറായിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പിണറായിയെ ഇനി ഒരിക്കൽ കൂടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിനോട് പാർട്ടിക്കകത്ത് വളരെ 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 ഒരു അമർഷം പൊങ്ങി വരുന്നുണ്ട്. ഈ ആലപ്പുഴയിൽ ഇപ്പോൾ സുധാകരൻ പറയുന്നതിൽ ഒരു വളരെ വലിയ ഒരു സത്യമുണ്ട്. അതായത് ആലപ്പുഴയിൽ AM ആരിഫ് ജയിച്ചത് SDPIയുടെയും PFIയുടെയും ഒക്കെ വോട്ട് കൊണ്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ വോട്ട് കൊണ്ട് ആണ്. PFIയുടെയും SDPIയുടെയും നിരോധിത സംഘടന PFIയുടെയും SDPIയുടെയും വോട്ട് കൊണ്ട് ആണ് എന്നുള്ളത് മാത്രമല്ല, ആലപ്പുഴ പോലൊരു ജില്ലയിൽ ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിലെ തീവ്രവാദി സംഘടനകളുടെ എല്ലാ കമ്മിറ്റികളിലെയും, അതായത് ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, മറ്റ് ഏരിയ കമ്മിറ്റികളിലൊക്കെയും വല്ലാത്ത അപ്രമാദിത്യം സുധാകരനെ പോലെ ഉള്ള നേതാക്കൾക്ക്, പിന്നെ തുടർന്ന് മറ്റ് CS സുജാതയെ പോലെയൊക്കെയുള്ള നിരവധി നേതാക്കൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, CPMൽ ഇനി വരാൻ പോകുന്ന ജില്ലാ സമ്മേളനങ്ങൾ ശരിക്കും എന്താകും, കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു ബാക്കി പത്രമായി, ഈ നടക്കാൻ പോകുന്ന സമ്മേളനങ്ങളുടെ ഒരു ബാക്കി പത്രമാകും കൊല്ലത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്ന മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ. ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉണ്ടാകും, പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉണ്ടാകും, ബാക്കി എല്ലാ ജില്ലകളിലും. ഇതിൽ പത്തനംതിട്ടയൊക്കെ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകം, അതായത് ADM നവീൻ K ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകം എടുത്ത തീരുമാനങ്ങൾ ഒക്കെ തന്നെയും സംസ്ഥാന ഘടകം പത്തനംതിട്ട ജില്ലാ ഘടകം ആവശ്യപ്പെട്ടതിനെ ഒരു തരത്തിലും മുഖവിലക്കെടുക്കാതെ PP ദേവിയെ രക്ഷിക്കാൻ നോക്കിയത് മുതൽ ഒക്കെ തന്നെ ചർച്ചയാകും, അല്ലെങ്കിൽ ചർച്ചയായി കഴിഞ്ഞു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഒന്ന് ക്ഷമിക്കുക, ഇപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി മറ്റു ജില്ലാ സമ്മേളനങ്ങൾ വരുന്നതേ ഉള്ളൂ എന്നാണ് അറിവ്.
ഏതായാലും പിണറായിസം അവസാനിപ്പിക്കേണ്ടത് ഒരു വലിയ ബാധ്യതയായി ഈ പാർട്ടിക്ക് തീർന്നിരിക്കുന്നു. തൻ്റെ മകളെ രക്ഷിക്കാനായുള്ള അദ്ദേഹത്തിൻ്റെ BJP ബാന്ധവം, കരുവന്നൂർ ബാങ്കിലെ പണത്തട്ടിപ്പ്, പല ജില്ലകളിലും പാർട്ടിയിലെ വളരെ എത്രയെങ്കിലും ശതമാനം അണികൾ പാർട്ടി വിട്ട് ലീവിലേക്ക് പോകുന്നു, പാർട്ടിയിലെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ മന്ത്രിസഭയ്ക്ക് ഒരു വികസനം ഉണ്ടാകും. മുഖ്യമന്ത്രി മാറിയില്ലെങ്കിലും മന്ത്രിസഭയിലെ ബാലഗോപാൽ തുടങ്ങിയുള്ള മന്ത്രിമാരെയൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭ വികസനം ഉണ്ടാകും. പലർക്കും വകുപ്പുകളെങ്കിലും മാറ്റിക്കൊടുക്കേണ്ടി വരും. ഏതായാലും കോൺഗ്രസിനേക്കാൾ ഗതികെട്ട അവസ്ഥയിൽ, കോൺഗ്രസിന് ഇപ്പോൾ തമ്മിലടിയൊന്നുമില്ല, ഭരണത്തിലില്ലാത്തതുകൊണ്ട് ഗതികെട്ട അവസ്ഥയിൽ ഈ പാർട്ടി തെരുവിൽ തമ്മിലടിച്ച് നാറിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ മറ്റ് ജില്ലാ സമ്മേളനം കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ഒരു സമാന്തര സമ്മേളനം പോലും കൊല്ലത്ത് പാർട്ടിയുടെ ഈ സമ്മേളനത്തിനെതിരെ ഉണ്ടാകുമോ എന്ന് പാർട്ടിയുടെ യഥാർത്ഥ അണികൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ അണികൾ ചിന്തിച്ചു പോകുന്നുണ്ട്. കാര്യം അത്ര കണ്ട് വിഭാഗീയത, ഗോവിന്ദൻ എന്ന സെക്രട്ടറിയുടെ പരാജയം, ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് കോടിയേരിയുടെ മരണശേഷം കോടിയേരി മരണക്കിടക്കയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം സെക്രട്ടറിയായ ഗോവിന്ദൻ ഒരു ജില്ലാ സെക്രട്ടറി തലങ്ങളിൽ ശോഭിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുള്ള അലിഗേഷൻ, മകൻ്റെ പേരുള്ള അലിഗേഷൻ ഇത്തവണ ഒരു മുൾക്കിരീടം തന്നെയായിരുന്നു ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറി പദം. ആയതുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, പത്തനംതിട്ട, ആലപ്പുഴ, എന്തിന് മറ്റ് വടക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയിടത്തൊക്കെ തന്നെയും പിണറായിസത്തിൻ്റെ അവസാനത്തിനായി സഖാക്കൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം.